അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഫഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഖേദിക്കുന്നതും വിഷമിക്കുന്നതും എപ്പോഴായിരിക്കും? ഈ ചോദ്യത്തിന് പല രൂപത്തിലുള്ള മറുപടികൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ കാണും. എന്നാൽ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഖേദിക്കുന്നതുമായ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മീസാൻ്റെ മുമ്പിലായിരിക്കുമ്പോഴാണ്. പരലോകത്ത് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്മ തിന്മകൾ കൃത്യമായി തൂക്കി കണക്കാക്കപ്പെടുന്ന മീസാൻ്റെ മുമ്പിലായിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഇസ്രാ 17-ാമത്തെ സൂറത്താണ്. ആയത്ത് 13, 14 എന്നീ ആയത്തുകളിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറത്തുൻ ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻഷൂറാ. അള്ളാഹു പറയുന്നു, വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറത്തുൻ ഫീ ഉനുഖിഹി. ഓരോ മനുഷ്യനും അവൻ്റെ ശകുനം അള്ളാഹു ഒരു മനുഷ്യൻ്റെ കഴുത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. പക്ഷി എന്നാണ് ത്വായിർ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. ഒരു പക്ഷി പറന്നാൽ ഇടത്തോട്ടോ വലത്തോട്ടോ എന്നതിനെ അടിസ്ഥാനമാക്കി ശകുനം നോക്കുന്ന രീതി അറേബ്യയിൽ നിലവിലുണ്ടായിരുന്നു. അങ്ങനെ ശകുനം എന്ന അർത്ഥത്തിൽ ത്വായിർ എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. ശകുനത്തിൻ്റെ വിശ്വാസത്തെ നിരാകരിക്കുകയും ഏതൊരാളുടെയും ഭാഗധേയം നിർണയിക്കുന്നത് അയാളുടെ കർമ്മങ്ങളാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഈ വചനം. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് വേണ്ടി, അള്ളാഹു പറയുന്നു, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻഷൂറാ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് വേണ്ടി പുറത്തെടുക്കുന്നതാണ്. അത് നിവർത്തി വയ്ക്കപ്പെട്ട നിലയിൽ അവൻ കണ്ടെത്തുന്നതാണ്. എന്നിട്ട് അള്ളാഹു മനുഷ്യനോട് പറയുന്നു, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. നീ നിൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക. കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. നിൻ്റെ ഗ്രന്ഥം, നിൻ്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതിയായവനാണ്, നീ തന്നെ മതി എന്ന് അള്ളാഹു മനുഷ്യനോട് പറയുന്നതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ആയത്ത് 49-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു സത്യനിഷേധിയായ മനുഷ്യൻ്റെ കയ്യിലാണ് കിതാബ് കിട്ടുന്നതെങ്കിൽ ആ മനുഷ്യൻ ഭയവിഹ്വലരായി നിലവിളിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലി ഹാദൽ കിതാബി ലാ യുആദിറു സായിറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹസാഹ
വവജദൂ മാ അമിലൂ ഹാളിറാ വലാ യുളിമു റബ്ബുക അഹദാ. അള്ളാഹു പറയുന്നുണ്ട്, ഒരു കുറ്റവാളിയായ മനുഷ്യന് കിതാബ് കിട്ടുമ്പോൾ യഖൂലൂന ഭയവിഹ്വലരായി പറയുന്നതാണ്, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബി ലാ യുആദിറു സായിറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹസാഹാ വവജദൂ മാ അമിലൂ ഹാളിറാ. അള്ളാഹുവേ, ഈ കിതാബിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഈ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ്. എല്ലാം പരസ്യമായി തന്നെ ഇതിൽ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വ്യക്തമായി ഉണ്ടല്ലോ അല്ലാഹ്. വലാ യുളിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ആരോടും അനീതി കാണിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് അമലുകൾ ചെയ്യാൻ ഒട്ടേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. നമ്മളത് പലപ്പോഴും അമലുകൾ ചെയ്യാൻ നമ്മൾ മടി കാണിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്കത് സമയം കിട്ടിയിട്ടില്ല. അവസാനം നമ്മൾ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ വായിച്ചു നോക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ഇഖ്റ കിതാബക്ക, നിൻ്റെ കിതാബൊന്ന് നീ വായിച്ചു നോക്കുക. അപ്പോൾ യാതൊരു അമലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. മീസാനിലെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കപ്പെടുമ്പോൾ അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫി ഐഷത്തിൻ റാളിയ. ഒരു മനുഷ്യൻ്റെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ അത് ഭാരം കൂടുന്നതെങ്കിൽ ആ മനുഷ്യൻ സന്തോഷ ജീവിതത്തിലായിരിക്കും. സന്തോഷ ജീവിതമെന്ന് പറയുന്നത് സ്വർഗമാണ്. അല്ലെങ്കിൽ ഫഅമ്മാ മൻ ഹഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ഒരു മനുഷ്യൻ്റെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ അതിൽ കനം കുറഞ്ഞാൽ ഫഉമ്മുഹു ഹാവിയ, അയാൾ നരകത്തിലായിരിക്കും. അപ്പോൾ എന്ത് ദുഃഖകരമായിരിക്കും. ഒമാ അദ്റാക മാഹിയ എന്നാൽ നരകം അവരുടെ സങ്കേതമാണെന്നും ഖുർആൻ ചോദിക്കുന്നത് പലപ്പോഴും ഒമാ അദ്റാക മാഹിയ എന്ന് ചോദിക്കുന്നത് വളരെയേറെ ഗൗരവമുള്ള വിഷയങ്ങളെ പറയുമ്പോഴായിരിക്കും അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നരകം അവൻ്റെ സങ്കേതമാണ്. ഈ അവസ്ഥയിൽ പലപ്പോഴും മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, അല്പം കൂടി കർമ്മങ്ങൾ എൻ്റെ മീസാനിൽ വന്നു ചേർന്നിരുന്നെങ്കിൽ. തുലാസ് വളരെ കനം കൂടിയ ഒരു വ്യക്തിയുടെ കർമ്മമെടുത്ത് നമ്മുടെ തുലാസിലേക്ക് മാറ്റാൻ കഴിയുമോ? അതില്ല, സാധിക്കുകയില്ല. അള്ളാഹു പറയുന്നു, ലൈസലിൽ ഇൻസാനു ഇല്ലാ മാ സഅ. ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ മീസാൻ്റെ കനം കുറയ്ക്കുന്ന ഏതെങ്കിലും ഒരു തിന്മയെടുത്ത് നമ്മിൽ നിന്നും മാറ്റി മറ്റൊരു ത്രാസിലേക്ക് മാറ്റാൻ കഴിയുമോ? അതും സാധിക്കാത്ത കാര്യമാണ്. അള്ളാഹു പറയുന്നു, വലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റാ. ഒരാളും തൻ്റെ മറ്റൊരാളുടെ പാപഭാരം ഏൽക്കുകയില്ല. അങ്ങനെയുള്ള ദിവസമാണെന്ന്, അത്തരം ഒരു ദിവസമായിരിക്കുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ശുവറായിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ ലാ യുൻഫിഉ മാലിൻ വലാ ബനൂൻ. സമ്പത്തും സന്താനവും ഉപകാരപ്പെടാത്ത ഒരു ദിനമാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും നമുക്ക് ലഭ്യമായ നല്ല സമയങ്ങൾ അമലുകൾ ചെയ്യാൻ നമ്മൾ മത്സരിക്കുകയും നന്മകളിൽ നിന്നും ഒന്നും തന്നെ നിസാരമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുവഹിദുകളായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഒരു കാര്യം ചിന്തിക്കാനുണ്ട്. അതായത്, നമ്മൾ എല്ലാം കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത്, കോടികൾ കൊടുത്താൽ കിട്ടാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അള്ളാഹു ഇതൊക്കെ നമുക്ക് തന്നപ്പോഴും ഒരു കാര്യം നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതായത്, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഈ കാഴ്ചകളും കേൾവിയും ഇരിക്കുന്നതും നടക്കുന്നതുമെല്ലാം അള്ളാഹു നൽകിയിട്ട്
ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സുമ്മല തുസ്അലിന്ന യൗമൈദിൻ അനിൻ നഈം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പല സന്ദർഭങ്ങളിലായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, കാഴ്ച, ഹൃദയം ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് ഒരാൾക്ക് പോലും നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുകയാണ്, അലം യജ്അൽ ലഹു ഐനൈൻ. ഇതെല്ലാം അള്ളാഹു പറയുകയാണ്, ഇതെല്ലാം തന്നിട്ട് നിങ്ങൾക്ക് 2 കണ്ണ് തന്നില്ലയോ? അലം യജ്അൽ ലഹു ഐനൈൻ. നിങ്ങൾക്ക് 2 കണ്ണ് തന്നില്ലയോ? ഓ ലിസാനൻ വശഫത്തൈൻ. ഒരു നാവും 2 ചുണ്ടും നിങ്ങൾക്ക് തന്നില്ലയോ? അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിന് മറക്കാതെ നന്ദിയുള്ളവരാകുക. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിൻ്റെ ഈമാനിനെയും മനസ്സിൻ്റെ ആരോഗ്യത്തെയും ഉറപ്പിക്കാൻ നമുക്ക് നിർബന്ധമായിട്ടും നൽകിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള ചില ഉപദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൊലബിൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അറിവ് നേടുക എന്നത്. ഇൽമ നമ്മുടെ മനസ്സിനും ശരീരത്തിനും തെളിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ശരീരത്തെയും മനസ്സിനെയും ഇൽമ പ്രകാശമാക്കുന്നു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമൊക്കെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും മരവിപ്പിക്കുകയും മലിനപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അത് മലിനമാക്കാത്ത വിധത്തിൽ നമ്മൾ അറിവ് നേടുക എന്നത് നമുക്ക് അനിവാര്യമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ശാരീരികമായും മാനസികമായും പൈശാചികമായുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. യാ അള്ളാഹ്, ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് നാഥ. അതുപോലെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا واغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.